ഈ കുഞ്ഞു പ്രായത്തിൽ അവർ അനുഭവിക്കാത്ത വേദനകളില്ല. എൻ്റെ ഈ 2 മക്കളുടെയും വേദന, അവർ വേദന എടുത്ത് കരയുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നൊരു പിതാവാണ് ഞാൻ. നിസ്സഹായനായിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ മക്കളുടെ മുമ്പിൽ. ഇവർ 2 പേരുടെയും കിഡ്നി കംപ്ലൈന്റ് ആണെന്ന് അറിഞ്ഞ ഒരു ദിവസമാണ് ഞാൻ അറിയുന്നത്. 2 മക്കൾക്കും കിഡ്നി കംപ്ലൈന്റ് ആണെന്ന് അറിയേണ്ടി വരുമ്പോൾ ആ ഒരു ദിവസം ഞാൻ താണ്ടിയത് എങ്ങനെയാണെന്ന് എനിക്ക് പടച്ചവന് മാത്രമേ അറിയാവുള്ളൂ. നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. എൻ്റെ എനിക്ക് സങ്കടം വന്നാൽ എൻ്റെ മക്കൾ കരയുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ് ഇതിന് പല വട്ടം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സങ്കടത്തോടെ വരാതിരുന്ന. ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ ഒന്ന് കരഞ്ഞു പോയ പടച്ചവനാണ് സത്യം. എനിക്ക് പൊട്ടിക്കരയണമെന്ന് പോലും തോന്നാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ കരഞ്ഞ് ഞാനൊന്ന് തളർന്നു പോയിക്കൊണ്ടവരെ വല്ലാത്തൊരു വേദനാജനകമായിട്ടുള്ള ഒരു സങ്കടമാണ് എന്റെ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നത്. ഈ 2 പൊന്നു മക്കളെ നിങ്ങൾ നോക്കണം. കഴിഞ്ഞ 5 വർഷക്കാലങ്ങളായിട്ട് വേദനയുടെ ലോകത്ത് ഹതഭാഗ്യരായിട്ട് ജീവിക്കുന്ന പൊന്നുമക്കളാണ്. ഇന്ന് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്റെ 2 മക്കളെയും കൂട്ടിയിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് നിങ്ങൾ എന്നെ സഹായിക്കൂ എന്ന് ചോദിച്ചു വന്ന ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരൊന്ന് കാണണം. ആരും തട്ടിമാറ്റരുത്. ഈ മക്കൾ, ഈ 2 പൊന്നു മക്കള്, കിഡ്നി മാറ്റി വെച്ച മക്കള് കഴിഞ്ഞ 4 മാസമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ കഴിച്ച മരുന്നിന്റെ പാക്കറ്റുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ പൊന്നു മക്കള് കളിച്ച് ചിരിച്ച് ഉപ്പാനോടൊപ്പം ഉമ്മാനോടൊപ്പം സ്കൂളിലേക്ക് പോകേണ്ട പൊന്നു മക്കള് ഒരു റൂമിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തു പോകാൻ പോലും കഴിയാതെ അവരുടെ ചെറുപ്പം ചിറക് മുളച്ചിട്ടേ ഉള്ളൂ, പറന്നുയർന്നിട്ടില്ല ആ പൊന്നുമക്കള്. അത്രത്തോളം വേദന സഹിച്ചിട്ട് ഈ ഒരു പിതാവ് ഇന്ന് നെഞ്ചു പൊട്ടിട്ട് നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടോ. എന്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട്, എന്റെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയിട്ട്, എന്റെ ഉപ്പാനെ നോക്കാൻ വേണ്ടിയിട്ട്, അവരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവാസ ലോകം തിരഞ്ഞെടുത്തവനാണ് ഞാൻ. പ്രവാസ ലോകത്തെത്തിയിട്ട് 2 വർഷം തികഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. 2 വർഷം തികഞ്ഞില്ല. 2 വർഷം തികഞ്ഞതിന് മുമ്പേ തന്റെ പൊന്നുമക്കളെ താൻ പൊന്നുപോലെ കരുതി, താൻ പൊന്നുപോലെ വളർത്തിയ മക്കളുടെ കിഡ്നി നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ആ പിതാവ് കേൾക്കുന്നത്. എങ്ങനെ സഹിക്കും പ്രിയപ്പെട്ടവരെ, എങ്ങനെ സഹിക്കും? ഒരു മാതാപിതാക്കൾക്കും ഇതുപോലുള്ള ഒരു അവസ്ഥ നൽകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ സഹായിക്കണം. ഒരു ഉപ്പാക്കും ഈ ഒരു ഗതി വരാൻ പാടില്ല, ഒരു ഉമ്മാക്കും ഈ ഒരു ഗതി വരാൻ പാടില്ല. തന്റെ 2 മക്കളെ വല്ലാത്തൊരവസ്ഥയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ കിഡ്നി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ അന്ന് പൊരുതൽ തുടങ്ങിയതാ തന്റെ 2 മക്കളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. ഇന്നും അദ്ദേഹം പൊരുതിക്കൊണ്ടിരിക്കുക. ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ എന്റെ പൊന്നു മക്കൾക്ക് വരരുത് എന്ന് വിചാരിച്ചിട്ടാ ഈ മക്കളെയും കൂട്ടിയിട്ട് ആ പിതാവ് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് തന്റെ മാനവും അഭിമാനവും എല്ലാം പണയപ്പെടുത്തി വന്നത്. എന്റെ പ്രിയപ്പെട്ട നന്മയാർന്ന ലോകം, ഒരു പിതാവിന്റെ സങ്കടം, ഈ മക്കളുടെ ദയനീയ അവസ്ഥ കാണാതെ പോകരുത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം, അത് എത്ര ചെറുതാണെങ്കിലും, ചിറക് മുളച്ച പറക്കാൻ കഴിയാത്ത ഈ പൊന്നു മക്കൾക്ക് വേണ്ടി നിങ്ങൾ നൽകണം. ആ പൊന്നു മക്കള് സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ. ആ ഉപ്പാന്റെ സങ്കടം കണ്ടിട്ട്, ആ ഉപ്പാന്റെ അവസ്ഥ കണ്ടിട്ട് ആ മക്കൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ വാപ്പച്ചി ഞങ്ങളെ അത്രത്തോളം നല്ല രീതിയിലാണ് നോക്കിയത്. ഇന്ന് പല സമയങ്ങളിലും എന്റെ വാപ്പച്ചിയുടെ കയ്യില് മരുന്നിന് പോലും പൈസ ഇല്ലാതെ, ഞങ്ങൾക്ക് മരുന്നിന് പോലും പൈസ ഇല്ലാതെ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച ഞങ്ങൾ കണ്ടപ്പോ ഞങ്ങൾക്ക് അതാണ് സഹിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമോൻ, ഈ കുഞ്ഞു മാലാക പറഞ്ഞപ്പോ നെഞ്ചു പൊട്ടിപ്പോയി എന്നുള്ളതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് മാക്സിമം ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം, നമുക്കുമില്ലേ മക്കള്, നമ്മുടെ ആ മക്കളോടൊപ്പം ചിരിക്കുമ്പം കളിക്കുമ്പം സന്തോഷിക്കുമ്പം ആ മക്കളുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അതുപോലുള്ള ഒരു പിതാവാ ആ പിതാവ്. അത്രത്തോളം ആ മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ടാ ഇന്ന് വരെ ആ മക്കളെ ഒരാൾക്ക് മുന്നിലും വിട്ടുകൊടുക്കാതെ, ആ മക്കൾക്ക് ഒരു പ്രയാസവും വരാൻ പാടില്ല എന്നുള്ളത് പടച്ച റബ്ബ് നൽകിയ പരീക്ഷണം, ആ പരീക്ഷണത്തെ പൊരുതി തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളെയും ഈ പിതാവിനെയും എന്റെ പ്രിയപ്പെട്ടവര് കാണാതെ പോകരുത്. പ്രവാസികളടക്കമുള്ള നന്മയാർന്ന നിങ്ങളോടൊക്കെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ സഹായിക്കണം.